കാരുണ്യ ബെനവലന്റ് ഫണ്ട് ചികിത്സാ പദ്ധതി നീട്ടി സർക്കാർ ഉത്തരവിറക്കി. മാർച്ച് 31 വരെ പദ്ധതി നീട്ടിയെങ്കിലും നൽകാനുള്ള കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഡിസംബർ 31 കാലാവധി അവസാനിച്ചിട്ടും പദ്ധതി നീട്ടി നൽകാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് റിപ്പോർട്ടർ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ധനവകുപ്പിന്റെ ഇടപെടൽ. തുടർച്ചയായി നൽകേണ്ട ഡയാലിസിസ്, ചെലവേറിയ അടിയന്തര ശസ്ത്രക്രിയകൾ, അവയവമാറ്റ ശസ്ത്രക്രിയ, വില കൂടിയ മരുന്നുകൾ എന്നിവയ്ക്കടക്കം രോഗികൾക്ക് ആശ്വാസമായിരുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് ചികിത്സാ പദ്ധതി ഡിസംബർ 31 കാലാവധി അവസാനിച്ചത്. ഡിസംബർ ആദ്യവാരം തന്നെ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള കേരള ഹെൽത്ത് ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കി ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നെങ്കിലും അത് പരിഗണിക്കാതെ ധനവകുപ്പ് മുന്നോട്ടു പോവുകയായിരുന്നു. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി നിലച്ചതോടെ രോഗികൾ ദുരിതത്തിലായി. പ്രതിപക്ഷമടക്കം ആരോപണമുയർത്തി രംഗത്തെത്തി. ഇതേ തുടർന്നാണ് 3 മാസത്തേക്ക്, അതായത് ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ മാർച്ച് 31 വരെ കാലാവധി നീട്ടി ധനവകുപ്പ് ഉത്തരവിറക്കിയത്. പുതുക്കി ഉത്തരവിറക്കിയെങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്മാറിയ സ്വകാര്യ ആശുപത്രികളെ പദ്ധതിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നടപടിയില്ല. സർക്കാർ ആശുപത്രികൾ നൽകിയ മരുന്നിനും ചികിത്സയ്ക്കും പണം നൽകിയിട്ടുമില്ല. 100 കോടി രൂപയിലേറെയാണ് കുടിശ്ശിക. 3 ലക്ഷം വരെ വരുമാനമുള്ള രോഗികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും കാരുണ്യ ബെനവലന്റ് ഫണ്ടും സംയോജിപ്പിക്കുമെന്ന് സർക്കാർ നേരത്തെ തീരുമാനമെടുത്തിരുന്നെങ്കിലും അതിൽ നീക്കുപോക്കുണ്ടായിട്ടില്ല. കാരുണ്യ ലോട്ടറികൾ വഴി ലഭിക്കുന്ന വരുമാനമാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ചികിത്സാ പദ്ധതിക്കായി ഉപയോഗിക്കുന്നത്. ആ തുക കിട്ടുമ്പോൾ പിന്നെ എങ്ങനെയാണ് കോടികൾ കുടിശ്ശിക വരുന്നത്? എന്തുകൊണ്ടാണ് പദ്ധതി സമയബന്ധിതമായി നീട്ടി നൽകാത്തത്? ധനവകുപ്പും ആരോഗ്യവകുപ്പും സർക്കാരും മറുപടി പറയേണ്ടത് ഇവിടെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.